ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ രാത്രിയിലത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള 4 റെസിപ്പീസാണ് കാണിക്കുന്നത്. എല്ലാം ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ്. ആദ്യത്തെ റെസിപ്പി ഒരു ദോശയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നേരത്തെ തന്നെ മാവൊന്നും അരച്ച് വെക്കാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ഓട്സ് ആണ്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഈ ഓട്സ് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. നമുക്ക് ഏത് ഓട്സ് വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് മിക്സി ജാറിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ പകുതി കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓട്സ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അത്രയും സോഫ്റ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ മാവ് അത്യാവശ്യത്തിന് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവുക. മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെയാണ് വേണ്ടത്. നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് മിക്സി ജാറിലേക്ക് കുറച്ചൊരു വെള്ളം, ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ട് അതുകൂടി മാവിലേക്ക് തിരിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഒരു 2-3 ടേബിൾ സ്പൂണോളം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഒരുപാട് വട്ടത്തിലല്ല, ചെറിയ ചെറിയ ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് തുറന്നതിന് ശേഷം അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ദോശ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അടിവശം ഒന്ന് മൊരിഞ്ഞിട്ട് വേണം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു സൈസിൽ ചുട്ടെടുക്കുന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലുതാക്കിയിട്ട് വട്ടത്തിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്കൊരു തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഓട്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു ദോശ തന്നെയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ഓട്സ് ആണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും, എരിവിനായിട്ടൊരു പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല, നന്നായിട്ട് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. നമുക്ക് സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കുന്ന രീതിയിൽ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് കുറച്ചൊരു കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട്.
പിന്നെ ബാക്കിയുള്ള ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ചിട്ട് പരത്താവുന്ന ആ ഒരു പാകത്തിനാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. അപ്പോൾ ഈ ഒരു അളവിനാണ് മാവ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന ഓട്സിൻ്റെ അതുപോലെ കടലമാവിൻ്റെയൊക്കെ ഒരു വ്യത്യാസത്തിനനുസരിച്ച് ചെറിയൊരു മാറ്റമൊക്കെ വരും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവ് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ട് നമുക്കിത് പരത്താൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മളിതിലേക്ക് ക്യാരറ്റും സവാളയും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരുപാട് കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പറ്റൂല. കുറച്ച് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ സൈസിലുള്ള ദോശകളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1-2 തവണ തിരിച്ചും മറിച്ചും വിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറിച്ചിട്ടിട്ട് ആ സൈഡിലും കൂടി കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 1-2 തവണ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് കട്ടിയായിട്ടുള്ളത് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കാം. പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാവ് കോരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെക്കണം, പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു അളവിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 4 ദോശ ഉണ്ടാക്കാനുള്ള ഒരു അളവാണ് ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഓട്സും അതുപോലെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ കൂടുതൽ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കറികളും വേണമെന്നില്ല, അങ്ങനെ കഴിക്കാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരിൽ കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതും വേണമെന്നില്ല. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഓട്സ് ഓംലെറ്റ് സാൻഡ്വിച്ച് ആണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് പോലും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഈ ഓട്സ് ഓംലെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മുട്ടയാണ്. ഈ 3 മുട്ട വെച്ച് ചെയ്യുമ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവ് ഉണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഓട്സാണ് ചേർത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഓട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഓട്സും മുട്ടയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. എന്നിട്ട് പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സിൻ്റെയും മുട്ടയുടെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. പാനിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പരത്തി കൊടുക്കാം ഓംലെറ്റിൻ്റെ ഷേപ്പിൽ. പാനിൽ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് തന്നെ മുട്ടയൊക്കെ പെട്ടെന്ന് കുക്കായിട്ട് വന്നോളും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തക്കാളി നല്ല കനം കുറച്ച് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് വെക്കാം. നമുക്ക് കുക്കുംബറൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ക്യാബേജൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തക്കാളിയും അതുപോലെ സവാളയും പിന്നെ കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ലെറ്റ്യൂസ് കട്ട് ചെയ്തതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണോ അത് വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലാക്കി കൊടുക്കാം. ടൊമാറ്റോ സോസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ 2 പീസ് ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലെക്സ് കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം, ഒന്ന് മടക്കി എടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് കൂടി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നോളും. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ആ സമയം കൊണ്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. നമ്മൾ വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നോളും.
ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. പിന്നെ ചീസൊക്കെ വെച്ചത് കൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു പീസ് തന്നെ മതി ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഒരു അളവിലുണ്ടാവും. അപ്പോൾ ചൂടോടെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ നമുക്ക് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പോലും ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി ഓട്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു പുട്ടാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഓട്സ് പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. 2 കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി നോക്കാം. ഓട്സ് ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. നമ്മളെടുക്കുന്ന ഓട്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലും ചെറിയൊരു മാറ്റമൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചില സമയത്ത് നമുക്ക് ഒരു 1-2 ടീസ്പൂൺ വെള്ളവും കൂടി കൂടുതലായിട്ട് ആവശ്യം വരും. നമ്മളിതുപോലെ മിക്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലെ ഓട്സ് നന്നായിട്ട് നനഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മളിതുപോലെ പിടിച്ച് നോക്കുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഈ ഒരു പരുവത്തിന് വെള്ളമാണ് ചേർക്കേണ്ടത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഓട്സൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കരുത്. നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു 3-4 തവണ പൾസ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശരിക്ക് പുട്ടിന് കുഴച്ചെടുത്ത മാവിൻ്റെ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ 2-3 തവണ ആയിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരുപാട് നനഞ്ഞ് കുഴഞ്ഞു പോവരുത്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ വെള്ളം ചേർക്കുക. പെട്ടെന്ന് വെള്ളം കൂടി പോവാൻ സാധ്യതയുണ്ട് ഓട്സ് പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ഷേപ്പിലാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് പൊടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഒരു 6-7 മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. അത്രയും സമയം വേണം നമുക്ക് ഈ ഒരു പുട്ട് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ സാധാ നമ്മുടെ പുട്ടുകുറ്റിയിലും പുട്ടുണ്ടാക്കാവുന്നതാണ്. നമുക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. തണുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ മുഴുവൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പഴം കൂട്ടിയിട്ടോ അല്ലെങ്കിൽ സാധാരണ കടലക്കറി ഏത് കറി നമ്മൾ സാധാരണ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്ന ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഓട്സ് പുട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം. പിന്നെ നമ്മൾ പഴമൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പീസൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.